ഇപ്പോൾ സമീപകാലത്തെത്തിയാൽ തൃശ്ശൂരിൽ BJP ജയിച്ചു. അതിനു മുൻപ് നേമത്ത് BJP അസംബ്ലി റെക്കോർഡ് തന്നു. എങ്ങനെയായിരുന്നു നേമത്ത് അസംബ്ലി റെക്കോർഡ് തുടങ്ങാൻ കഴിഞ്ഞത്? നേമത്തുള്ള കോൺഗ്രസ് വോട്ടുകൾ കാണാനില്ല. അതേസമയം അതിനടുത്തുള്ളൊരു മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് ജയിച്ചു വരുന്നു. അവിടെ BJPയുടെ വോട്ടും കാണാനില്ല. ഇതെന്താ ധാരണയായിരുന്നില്ല. BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്. 2021 അവിടെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ പരസ്യമായി പറഞ്ഞല്ലോ, ഈ അക്കൗണ്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു. അത് കൂട്ടിക്കാനായില്ല. തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റ് എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് BJPക്ക് ജയിക്കാനായത്? അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കിട്ടിയ വോട്ട് എവിടെ പോയി? ഞങ്ങളും ജയം പ്രതീക്ഷയാണ്, ഞങ്ങൾ പരാജയപ്പെട്ടു. പക്ഷേ അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ കുറവ് വന്നില്ല. കോൺഗ്രസ്സിന് വലിയ കുറവ് വന്നല്ലോ. ഇതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ അനുഭവമല്ല. ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എടുത്തു നോക്കി, എത്ര സ്ഥലങ്ങളിൽ BJPയുമായി യോജിച്ച് മത്സരിച്ചു. ഔദ്യോഗിക ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ, ആ തെരഞ്ഞെടുപ്പിൽ BJPയും UDFും കൂടി ചേർന്നുകൊണ്ടുള്ള ഭാരവാഹികൾ എത്ര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിൽക്കുന്നു. അപ്പോൾ അവരുടെ ശീലമാണത്. ആ ശീലം എല്ലാ ഘട്ടത്തിലും അവർ സ്വീകരിക്കാറുണ്ട്. രണ്ടു കൂട്ടർക്കും ഒരേ മനസ്സാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി എത്ര തീവ്രമായിട്ടായിരുന്നു രണ്ടു കൂട്ടരും ശ്രമിച്ചത്. കോൺഗ്രസും UDFും BJPയും ഒരേ മനസ്സോടെയല്ലേ നീങ്ങിയത്. കോൺഗ്രസിനെയും UDFനെയും സഹായിക്കാൻ BJPയുടെ ഇടപെടലിലൂടെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വട്ടമിട്ട് പറഞ്ഞില്ലേ? രണ്ടു കൂട്ടരും ഏക മനസ്സോടെയല്ലേ നീങ്ങിയിരുന്നത്. അതും അതിനുശേഷവുമുള്ള കേരളം പരിശോധിച്ച് നോക്കി, ഒരേ രീതിയിലല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ LDFനെ തകർക്കാൻ വേണ്ടി വിവിധ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന് BJPയുമായി കൂട്ടുകൂടുന്നതിന് ഒരു പ്രയാസവും കോൺഗ്രസ്സിന് ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ അനുഭവം. അപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് മാത്രമേ ഇതിനെക്കുറിച്ച് കാണേണ്ടതുള്ളൂ.